നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം വളരെ ആകാംക്ഷയോടുകൂടി ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണല്ലോ നമ്മൾ. ഫൈനലിലെ തന്ത്രങ്ങൾ, മറുതന്ത്രങ്ങൾ, ഒരു ടാക്റ്റിക്കൽ അനാലിസിസിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങൾ, അതുപോലെ എക്സ്പേർട്ടുകളുടെ നിരീക്ഷണങ്ങളൊക്കെ നമ്മളൊന്ന് റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഏതായാലും ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന പിച്ചിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വാർത്ത വന്നിട്ടുണ്ട്. സോ അവിടെ മുതൽ നമുക്ക് കാര്യങ്ങൾ എടുത്ത് നോക്കണം. ഇതൊരു മിക്സഡ് സോയിൽ പിച്ചാണ്. അതാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ച് വലിയ ടേൺ പ്രതീക്ഷിക്കേണ്ട, ഫ്ലാറ്റ് പിച്ചാണ്, നല്ല ബൗൺസ് ഉണ്ടാവും. ഇതാണ് പിച്ചിൻ്റെ സ്വഭാവം വെച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പിച്ചിൽ ഹൈ സ്കോറിംഗ് മത്സരം വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അഹമ്മദാബാദിൽ മത്സരങ്ങളിൽ ഫസ്റ്റ് ഇന്നിങ്സിലെ സ്കോർ പൊതുവെ നല്ല സ്കോർ വരാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിലെ മത്സരങ്ങളൊക്കെ നോക്കുമ്പോൾ 189 ആവറേജ് ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ. അതിനേക്കാൾ കൂടുതൽ സ്കോർ വന്നിട്ടുള്ള ഈ വേൾഡ് കപ്പിലെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ചെന്നൈയിലെ ചെപ്പോക്കിലെ സ്റ്റേഡിയമാണ്. അത് ആവറേജ് സ്കോർ വന്നത് 197. അപ്പോൾ ഇവിടെ റൺ റേറ്റ് 9.12 സ്കോറിങ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ മത്സരത്തിൽ കുറച്ചുകൂടി നല്ല സ്കോർ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഫൈനൽ കളിക്കുന്നത് ഒരു മിക്സഡ് സോയിൽ വിക്കറ്റിലാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യ ഇതിന് മുമ്പ് കളിച്ചിട്ടുള്ളത് 2023 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ, പിന്നെ ഈ ടൂർണമെൻറ്റിൽ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരം. ഇത് ICC ടൂർണമെൻറ്റുകളിൽ കളിച്ച കാര്യം പറഞ്ഞാൽ വേറെ കളി കളിച്ചിട്ടില്ല എന്നല്ല. ICC ടൂർണമെൻറ്റുകളിൽ ഈ അഹമ്മദാബാദിൽ കളിച്ച മത്സരങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന പിച്ച് പോലെയല്ല. ഇവിടെ നമ്മൾ മിക്സഡ് സോയിൽ പിച്ചിലാണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിലുള്ള സ്കോർ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പിച്ചിൽ നേരത്തെ കളി നടന്നിട്ടുണ്ട്. അതിൽ 213 റൺസാണ് സൗത്ത് ആഫ്രിക്ക ആദ്യം ബാറ്റ് ചെയ്ത് അടിച്ചത്. മറുപടി ബാറ്റിങ്ങിൽ കാനഡ 156 റൺസ് അടിക്കുകയും ചെയ്തിരുന്നു. സോ നല്ല രൂപത്തിൽ സ്കോർ വരാൻ സാധ്യതയുള്ള ഒരു പിച്ചാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പിൻ ബൗളേഴ്സിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഒരു ആധിപത്യം ഉണ്ടെങ്കിൽ അത് പേസ് ബൗളേഴ്സിനാണ്. ലാക്ക് ഓഫ് ടേൺ സ്പിൻ ബൗളേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ വേൾഡ് കപ്പിൽ പേസ് ബൗളേഴ്സ് ഇവിടെ 911 പന്തുകൾ എറിഞ്ഞതിൽ 52 വിക്കറ്റുകൾ അവിടെ എടുത്തിട്ടുണ്ട്. 26.05 ആവറേജ്. ഇക്കണോമി റേറ്റ് വന്നിട്ടുള്ളത് 8.92. സ്പിൻ ബൗളിംഗ് ആണെങ്കിൽ 480 പന്തുകൾ 21 വിക്കറ്റുകൾ, ആവറേജ് 35.57. അപ്പോൾ അവിടെ വ്യത്യാസം കാണാൻ പറ്റും നിങ്ങൾക്ക് കൃത്യമായിട്ട്. പേസ് ബൗളിങ്ങിന് തന്നെയാണ് പ്രാധാന്യം. സ്പിൻ ബൗളിങ്ങിൻ്റെ ഇക്കണോമി റേറ്റ് 9.33. അപ്പോൾ സ്വാഭാവികമായിട്ടും പേസ് ബൗളേഴ്സിന് കുറച്ചുകൂടി ഒരു ആധിപത്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്, വരുൺ ചക്രവർത്തിയെ മാറ്റി മുഹമ്മദ് സിറാജിനെ ഇറക്കുമോ എന്നുള്ളത്. വരുൺ ചക്രവർത്തി സൂപ്പർ 8 അത്ര മികച്ച ഫോമിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. 11 റൺസിന് മുകളിൽ അദ്ദേഹം പെർ ഓവർ വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് സൂപ്പർ 8 കണക്ക്. പകരം കുൽദീപ് യാദവിനെ ഇറക്കാം, വാഷിങ്ടൺ സുന്ദറിനെ ഇറക്കാം. അതല്ല ഇനി ഈ ഒരു പിച്ചിൻ്റെ സ്വഭാവം നോക്കി സിറാജിനെയും ഇറക്കാം എന്നുള്ള സ്പെക്കുലേഷൻ വരുന്നത് അവിടെയാണ്. കാരണം തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും ഒക്കെ ഫൈനലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചെറിയ മൊമെൻ്റ് മതി കളിയാകെ കൈവിട്ട് പോകാം. അതാണ് T20 ക്രിക്കറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും സമഗ്രമായി അപഗ്രഥിച്ച് തന്നെയായിരിക്കും ടീം കോമ്പിനേഷൻ തീരുമാനമെടുക്കുക. അഭിഷേക് ശർമ്മയിൽ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം തന്നെ സഞ്ജുവിനൊപ്പം ഓപ്പൺ ചെയ്യുമെന്ന് കരുതണം. എന്നാൽ വരുൺ ചക്രവർത്തിയുടെ കാര്യത്തിൽ മാറി ചിന്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇനി അപ്പോൾ പേസ് ബൗളിങ്ങിനാണ് ഇവിടെ കുറച്ചുകൂടി ഒരു ഡൊമിനൻസിന് സാധ്യത എന്ന് പറയുമ്പോൾ ഉള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ന്യൂസിലാൻഡിന് പേസ് ബൗളിങ്ങിനെതിരെയാണ് കൂടുതൽ ഡൊമിനൻസ് കാണിച്ചിട്ടുള്ളത്. അവരുടെ ബാറ്റിംഗ് ഫാസ്റ്റ് ബൗളിങ്ങിനെതിരെ ഈ വേൾഡ് കപ്പിൽ വളരെ മികച്ചതാണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ 55.5. സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ 177.12. അപ്പോൾ അത് വളരെ മികച്ച രൂപത്തിൽ അവർ പേസർമാരെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഗുഡ് ലെങ്ത് സോണിൽ വരുന്ന പന്തുകളിലാണ് അവർ കൂടുതൽ ഡിസ്ട്രക്റ്റീവായിട്ട് കളിക്കുന്നത്. 52.5 അവിടെ അവരുടെ ആവറേജ്. സ്ട്രൈക്ക് റേറ്റ് 185.84.
ദെൻ ഫുള്ളറാകുമ്പം അവർ കുറച്ചുകൂടി വേഗത്തിൽ സ്കോർ ചെയ്യുന്നുണ്ട്. 193.7 അവരുടെ അവിടെയുള്ള സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം മികച്ച രൂപത്തിൽ അവർ പേസർമാരെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. സോ എന്തായിരിക്കും അവർക്കെതിരെയുള്ള ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്നുള്ള ചോദ്യം അവിടെ വരുന്നു. ഇതിൽ അവരുടെ ഓപ്പണിംഗ് പെയറാണ് പ്രധാനമായിട്ടും പേസർമാരെ ആക്രമിക്കുന്നത്, അലനും ടിം സിഫേർട്ടും ചേർന്നുകൊണ്ട്. ഇപ്പോൾ പേസേഴ്സിനെതിരെ അലൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 223.76 ആണ്. 226 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. 2 ഡിസ്മിസൽസ് മാത്രമേ ഉള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. സിഫേർട്ട് 166.66 സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് പേസർമാർക്കെതിരെ. 63.33 അദ്ദേഹത്തിൻ്റെ ആവറേജ് പേസർമാർക്കെതിരെ. അപ്പം ന്യൂസിലാൻഡ് ഈ ഒരു ടൂർണമെൻറ്റിൽ സ്കോർ ചെയ്ത സ്കോറിൻ്റെ 48% ഈ 2 പേര് ചേർന്നിട്ടുള്ള പെയറാണ് അടിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. സോ മറ്റൊരു ബാറ്റർമാരും 200 റണ്ണ് എന്നുള്ള മാർക്ക് കടന്നിട്ടുമില്ല. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ ബാറ്റിങ്ങിലാണെങ്കിൽ കുറച്ചുകൂടി ബാലൻസ്ഡ് ആണ്. നമ്മുടെ ബാറ്റർമാർ മികച്ച രൂപത്തിൽ കളിക്കുന്നുണ്ട്. നമ്മുടെ പ്ലെയേഴ്സ് 200+ കടന്നവരുണ്ട്. ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ 199 റൺസിൽ നിൽക്കുന്നുമുണ്ട്. സോ ഇന്ത്യൻ ബാറ്റർമാർക്ക് ഈ ഒരു കണക്കിൽ കുറച്ചുകൂടി ആധിപത്യമുണ്ടെന്ന് പറയാം. സോ അലൻ്റെ നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് സ്പിന്നിനെതിരെ കുറച്ച് ഡിപ്പാവുന്നത് കാണാൻ പറ്റും. അദ്ദേഹം 3 തവണ 41 പന്തുകൾ സ്പിന്നിനെതിരെ നേടിയിട്ടതിൽ 3 തവണ അദ്ദേഹം ഔട്ടായിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 153.65 ആണ്. അതുപോലെ ഉള്ള ഒരു കാര്യങ്ങൾ. സോ വരുൺ ചക്രവർത്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ അവരുടെ പേസർമാരെ വെച്ചിട്ടോ അവരുടെ ഓപ്പണിംഗ് പെയർ പൊളിക്കാൻ പറ്റിയാൽ ബാക്കി സ്പിൻ ബൗളിങ്ങിനെ വെച്ച് കാര്യങ്ങൾ പിടിക്കാൻ പറ്റും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. ഇപ്പോൾ സിഫേർട്ടും ജസ്പ്രീത് ബുംറയും തമ്മിലുള്ള ഒരു മാച്ചപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ബൂംറക്കാണ് ആനുകൂല്യമുള്ളത്. എന്ന് പറഞ്ഞാൽ 46 റൺസ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ 37 പന്തിൽ നിന്ന് സിഫേർട്ട് അടിച്ചിട്ടുള്ളത്. 2 തവണ പുറത്തായിട്ടുമുണ്ട്. ഹർഷ്ദീപ് സിംഗിനും റീസെൻ്റ്ലി അദ്ദേഹത്തിനെതിരെ നല്ല കണക്കുകളുണ്ട്. 2 തവണ 18 പന്തുകൾ സിഫേർട്ടിനെതിരെ റീസെൻ്റ്ലി എറിഞ്ഞതിൽ 2 തവണ അയാളെ പുറത്താക്കിയിട്ടുണ്ട് ഈ ബൈലാറ്ററൽ സീരീസിൽ. സോ പേസർമാരെ വെച്ച് ഇന്ത്യക്ക് അവരുടെ ഓപ്പണിംഗ് പെയറിനെ പവർ പ്ലേയിൽ പൊളിക്കാൻ പറ്റിയാൽ ഇന്ത്യൻ സ്പിന്നേഴ്സിന് തീർച്ചയായിട്ടും അവർക്കെതിരെ മോശമല്ലാത്തൊരു പ്രകടനം നടത്താൻ പറ്റിയേക്കും. അക്സർ പട്ടേൽ പെർട്ടിക്കുലർലി ഹെഡ് ടു ഹെഡ് നമ്പേഴ്സിൽ അവർക്കെതിരെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തിയിട്ടുള്ള ഒരാളാണ്. സോ നോക്കുക, ഇപ്പോൾ ഗ്ലെൻ ഫിലിപ്സിനെ 3 തവണ 21 പന്തുകളിൽ 3 തവണ പുറത്താക്കിയിട്ടുണ്ട്. മാർക്ക് ചാപ്മാൻ, ഡാരിൽ മിച്ചൽ എന്നിവരെ 2 തവണ 24 പന്തുകൾ 26 പന്തുകൾ റെസ്പെക്റ്റീവ്ലി എറിഞ്ഞിട്ട് പുറത്താക്കിയിട്ടുണ്ട്. സോ അക്സർ പട്ടേലിന് അവരുടെ പിന്നാലെ വരുന്ന ബാറ്റർമാരെ പൂട്ടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് മുൻകാലങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ ചോദ്യം, എങ്ങനെയായിരിക്കും ന്യൂസിലാൻഡ് ജസ്പ്രീത് ബുംറയെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക? അപ്പോൾ നമുക്കറിയാമല്ലോ, വാങ്കഡയിൽ ജസ്പ്രീത് ബുംറയാണ് കളി നമുക്ക് പിടിച്ചു തന്നത്. ഏതാണ്ട് അതുപോലെയുള്ള ഒരു പിച്ചാണെങ്കിൽ, ഓൾമോസ്റ്റ് അതേപോലെയുള്ളൊരു പിച്ചാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ബുംറയെ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യും എന്നനുസരിച്ചാണ് ന്യൂസിലാൻഡിൻ്റെ സാധ്യതകൾ കിടക്കുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ ഒരു ഓവർ ബുംറ എറിഞ്ഞാൽ ഒരു പക്ഷേ 11 മുതൽ 20 വരെയുള്ള ഫേസിൽ അദ്ദേഹം 3 ഓവറുകൾ എറിയാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അതാണ് കൂടുതൽ സാധ്യത. അപ്പം ബുംറ ഈ ടൂർണമെൻറ്റിൽ മികച്ച രൂപത്തിൽ സക്സസ്ഫുള്ളായിട്ട് പന്തെറിഞ്ഞിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്ലോവർ ബോളുകൾ ബാറ്റർമാർക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുമുണ്ട്. ആ സ്ലോ ബോളുകളുടെ വിക്ടിംസ് ആയിട്ട് വമ്പൻ ബാറ്റർമാരുണ്ട്. റിയാൻ റിക്കിൾട്ടൺ, ഹാരി ബ്രൂക്ക്, റോസ്റ്റൻ ചെയ്സ്. അപ്പം അഹമ്മദാബാദ് ഏതാണ്ടൊരു വാങ്കഡെ പോലെയുള്ള പിച്ച് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻസിങ് യോർക്കേഴ്സും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഓൾറെഡി അദ്ദേഹം 20 യോർക്കേഴ്സ് ഈ ടൂർണമെൻറ്റിൽ എറിഞ്ഞിട്ടുണ്ടെന്ന കാര്യം കൂടി നോക്കുക. ലുങ്കി എങ്കിടി കഴിഞ്ഞാൽ ഏറ്റവും അധികം യോർക്കറുകൾ ഈ ടൂർണമെൻറ്റിൽ എറിഞ്ഞിട്ടുള്ള ആളും ജസ്പ്രീത് ബുംറയാണ്. അപ്പോൾ ന്യൂസിലാൻഡ് ബാറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്റോറിക്കലി അവർ അദ്ദേഹത്തിന് മുന്നിൽ, ജസ്പ്രീത് ബുംറയ്ക്ക് മുന്നിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതാണ്.
ഒരാൾ മാത്രമാണ് അതിൽ കുറച്ച് സ്റ്റാൻഡ് ഔട്ടായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. അത് ഡാരിൽ മിച്ചൽ മാത്രമാണ്. മിച്ചൽ ബുംറയുടെ 34 പന്തിൽ 44 റൺസ് അടിച്ചിട്ടുണ്ട്. എഗെയിൻസ്റ്റ് ബുംറ ഇൻ ODIs ഒരു തവണ പോലും അദ്ദേഹം ഡിസ്മിസ് ആയിട്ടുമില്ല. അതേസമയം T20s നോക്കുകയാണെങ്കിൽ 33 പന്തിൽ 56 റൺസ് അടിച്ചിട്ടുണ്ട്. ഒരു സ്ട്രൈക്ക് റേറ്റ് ഓഫ് 170. അതേസമയം റീസെൻ്റ് ബൈലാറ്ററൽ സീരീസിൽ കുറച്ചുകൂടി നല്ല രൂപത്തിൽ ഇന്ത്യൻ താരത്തിനെതിരെ അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുണ്ട്. 15 പന്തിൽ നിന്ന് 40 റൺസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മിച്ചലാണ് അവർക്ക് ബൂംറയെ ന്യൂട്രലൈസ് ചെയ്യാനുള്ളൊരു പ്രധാന വെപ്പൺ എന്നുള്ളതാണ്. എന്നാൽ മറുഭാഗത്ത് ന്യൂസിലാൻഡ് ഇതുവരെ മുന്നോട്ടേക്ക് പോകുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അവരുടെ സ്പിന്നർമാരെ വെച്ചിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യക്കെതിരെ അത് എത്രത്തോളം സഹായകരമാകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ട് വാങ്കഡയിൽ സ്പിന്നർമാരെ വെച്ച് ഇന്ത്യക്കെതിരെ ശ്രമം നടത്താൻ നോക്കിയപ്പോൾ നന്നായിട്ട് പണി കിട്ടിയതാണ്. മാർജിൻ ഓഫ് എറർ വളരെ കുറവാണ്. ഇപ്പോൾ ആദിൽ റഷീദ്, ലിയാം ഡോസൻ ഇങ്ങനെയുള്ള സ്പിന്നർമാരെ വെച്ചിട്ട് അവരൊരു ശ്രമം നടത്തി. പക്ഷേ നല്ല രൂപത്തിൽ അടി കൊടുക്കുകയും അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് കളി കൈവിട്ടു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സഞ്ജു സാംസൺ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ ഇന്ത്യയുടെ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ബാലൻസ് റിമാർക്കബിൾ ആണെന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച രൂപത്തിൽ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഇന്ത്യയാണ്. 55.7% ടു 44.2%, 44.2% എന്നുള്ളതാണ് ഇന്ത്യയുടെ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനിലെ ബോൾ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ഈ 20 ടീമുകളിൽ ഏറ്റവും മികച്ച രൂപത്തിൽ അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ടീം ഇന്ത്യയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അവരുടെ സ്പിന്നർമാരെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷ. പക്ഷേ ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓഫ് സ്പിന്ന് ഒരു ഇഷ്യൂ ആയിട്ട് ഈ ടൂർണമെൻറ്റിലുടനീളം നമ്മൾ കണ്ടിട്ടുണ്ട്. 15 വിക്കറ്റുകൾ സ്പിന്നിനെതിരെ അറ്റ് ആൻ ആവറേജ് ഓഫ് 15.86 നമുക്ക് നഷ്ടമായിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 120.2 മാത്രമാണ് ഓഫ് സ്പിന്നർമാർക്കെതിരെ. ഓഫ് സ്പിന്നിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഓഫ് സ്പിന്നർമാർക്കെതിരെയുള്ളൊരു സ്ട്രഗിൾ നമുക്കറിയാം. ഇന്ത്യൻ ലെഫ്റ്റ് ഹാൻഡ് ഹെവി ആയിരുന്ന, അതായത് ടോപ്പ് ഓർഡറിൽ 3 ലെഫ്റ്റ് ഹാൻഡർമാരെ വെച്ച് നമ്മൾ കളിച്ചിരുന്ന സമയത്ത് എതിർ ടീമുകൾ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരു പണിയാണ് ഓഫ് സ്പിന്നർമാരെ വെച്ച് നമുക്ക് പണി തരിക എന്നുള്ളത്. സോ ഇഷാൻ കിഷൻ ഓഫ് സ്പിന്നിനെതിരെ 5 തവണ പുറത്തായിട്ടുണ്ട്. അഭിഷേക് ശർമ്മ 3 തവണ പുറത്തായിട്ടുണ്ട്. തിലക് വർമ്മ 2 തവണ പുറത്തായിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് ഇവർക്കെതിരെ അണ്ടർ 100 ആണെന്ന കാര്യം കൂടി നോക്കുക. സോ അതിനെ മറികടക്കുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ടുണ്ട്. അപ്പോൾ കോൾ മക്കൻജിക്ക് തീർച്ചയായിട്ടും സെമി ഫൈനലിൽ അയാൾ കുറഞ്ഞ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാല്യൂ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഓവർ മാത്രമാണ് ആ ഒരു കളിയിൽ അദ്ദേഹം എറിഞ്ഞത്. സൗത്ത് ആഫ്രിക്കയുടെ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ പുറത്താക്കി, 2 ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ പുറത്താക്കിയിരുന്നു. അതേസമയം ഇന്ത്യക്കെതിരെ ഏത് തരത്തിലുള്ള പെർഫോമൻസ് ആയിരിക്കും അദ്ദേഹം നടത്താൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു ലാർജ് റോള് അദ്ദേഹത്തിന് ഇന്ത്യക്കെതിരെ വഹിക്കാനുണ്ട്. അപ്പോൾ അഭിഷേക് ശർമ്മയുടെ 3 ഡിസ്മിസിൽസ് ഓഫ് സ്പിന്നിനെതിരെ സംഭവിച്ചു എന്നുള്ളത് നോക്കുമ്പോൾ അതൊക്കെ ക്രോസ് ബാറ്റഡ് ഷോട്ടുകൾക്ക് വെടിമുതിരുമ്പോഴാണ്. അപ്പോൾ മക്കൻജി ആ രൂപത്തിലുള്ളൊരു പ്രകടനം അദ്ദേഹത്തിനെതിരെയൊക്കെ നടത്താനുള്ള സാധ്യത. പക്ഷേ ഇതിനെ ഇന്ത്യക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സഞ്ജു സാംസണിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അപ്പോൾ സഞ്ജു പവർ പ്ലേ ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓഫ് സ്പിന്നിനെതിരെ അദ്ദേഹമായിരിക്കും ചാർജ് ഏറ്റെടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ ഷീൽഡ് ചെയ്യുന്ന രൂപത്തിൽ അദ്ദേഹമായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ സഞ്ജുവിനെ മടക്കാൻ അവർ ശ്രമിക്കും. അതിന് അവർക്ക് ആവശ്യത്തിനുള്ള വെപ്പൺസും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മുൻകാല കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാറ്റ് ഹെൻറി 10 പന്തുകൾ സഞ്ജുവിനെതിരെ എറിഞ്ഞിട്ട്, ആ ബൈലാറ്ററൽ സീരീസിലെ കണക്കാണ് പറയുന്നത്, 10 പന്തുകൾ എറിഞ്ഞിട്ട് 2 തവണ സഞ്ജുവിനെ പുറത്താക്കിയിട്ടുണ്ട്. 2 തവണ പുറത്താക്കി എന്ന് പറഞ്ഞതും ഫസ്റ്റ് ഓവറുകളിലായിരുന്നു. അത് സഞ്ജുവിനെ ക്രീസിൽ തന്നെ പിന്നെ ഇത് വെച്ചുകൊണ്ടാണ് ആ വിക്കറ്റുകൾ എടുത്തത്. ലോക്കി ഫെർഗൂസൻ ഇതേ രൂപത്തിൽ തന്നെ സഞ്ജു സാംസണെതിരെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. 21 പന്തുകളിൽ, ഇത് T20 മൊത്തം കണക്കാണ്, 21 പന്തുകളിൽ നിന്ന് 2 തവണ സഞ്ജുവിനെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഓപ്ഷൻസ് ഉണ്ട് സഞ്ജുവിനെ പുറത്താക്കാൻ. പിന്നെ ക്യാപ്റ്റൻ മിച്ചൽ സാൻഡർ സഞ്ജുവിനെതിരെ മികച്ച രൂപത്തിലുള്ള മാച്ചപ്പ് ഉണ്ട്. മാത്രമല്ല ഇന്ത്യയുടെ 3 റൈറ്റ് ഹാൻഡേഴ്സിനെതിരെയും അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ പന്ത് എറിഞ്ഞിട്ടുണ്ട്. സഞ്ജു സാംസണിനെ 3 തവണ 10 പന്തുകൾ എറിഞ്ഞുകൊണ്ട് പുറത്താക്കിയിട്ടുണ്ട്. സൂര്യകുമാർ യാദവിനെ അദ്ദേഹം 119 സ്ട്രൈക്ക് റേറ്റിൽ തളച്ചിട്ടിട്ടുണ്ട്. 5 തവണ പുറത്താക്കിയിട്ടുമുണ്ട്.
ഹാർദിക് പാണ്ഡ്യയെ അദ്ദേഹം 2 തവണ പുറത്താക്കിയിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 124 പിടിച്ചു നിർത്താനും പറ്റിയിട്ടുണ്ട്. സോ സാന്റ്നർക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. അപ്പോൾ തുടക്കത്തിൽ സഞ്ജു സാംസണിനെ പുറത്താക്കാനുള്ളൊരു ശ്രമം ന്യൂസിലാൻഡ് നടത്തും. അതവർക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ അവരുടെ ഓഫ് സ്പിൻ ത്രെട്ട് എന്നുള്ളത് വളരെ മികച്ച രൂപത്തിൽ ഹാൻഡിൽ ചെയ്യും സഞ്ജു സാംസൺ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ മക്കൻസിയെ സഞ്ജു സാംസൺ ആയിരിക്കും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാരെ ഷീൽഡ് ചെയ്യുന്ന രൂപത്തിൽ കളിക്കുകയും ചെയ്യുന്നു കരുതണം. അപ്പോൾ ഈ കളിയിൽ സഞ്ജുവിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ശിവൻ ദ്യൂബയുടെ ഒരു ഇമ്പോർട്ടൻസ്, ന്യൂസിലാൻഡിൻ്റെ സ്പിന്നർമാരെ ഡിസ്ട്രക്റ്റ് ചെയ്യാൻ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരാളാണ് ശിവൻ ദ്യൂബ്. അദ്ദേഹം എപ്പം ക്രീസിലേക്ക് ഇറങ്ങുന്നു അദ്ദേഹത്തിൻ്റെ എൻട്രി പോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടല്ലോ, നമ്പർ 4 അദ്ദേഹം വന്നു ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണത്? അത് ആദിൽ റഷീദ്, ലിയാൻ ഡോസൻ എന്നിവരൊക്കെ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ്. 2 പേരെയും അദ്ദേഹം അടിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ ഫലമായിട്ട് ലിയാൻ ഡോസനൊക്കെ അറ്റാക്കിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. സോ തുടക്കം മുതൽ തന്നെ അദ്ദേഹം സ്പിന്നർമാർക്ക് പണി കൊടുത്തു. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ ശിവൻ ദ്യൂബെ. സോ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എസ്പെഷ്യലി എഗെയിൻസ്റ്റ് സ്പിന്ന് അദ്ദേഹം വലിയ രൂപത്തിൽ ആക്രമണങ്ങൾ അഴിച്ചു വിടുകയും ചെയ്യും. സോ എന്തായിരിക്കും രജിൻ രവീന്ദ്രയൊക്കെ ഉയർത്താൻ പോകുന്ന വെല്ലുവിളിക്ക് ഇന്ത്യയുടെ മറുപടി എന്ന് ചോദിച്ചാൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർമാർ തന്നെയാണ് രജിൻ രവീന്ദ്രയ്ക്കുള്ള മറുപടി എന്ന് പറയുന്നത്. അതേസമയം കുറച്ച് പേസർമാർക്കെതിരെ അദ്ദേഹം അത്ര ഒരു മികവിൽ കളിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമുക്കറിയാം. അപ്പോൾ അതിൽ ശിവൻ ദ്യൂബെ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ ജോഫ്രെ ആർച്ചറും ജെയ്മി ഓവേർട്ടനുമൊക്കെ സെമി ഫൈനലിൽ ഹാർഡ് ലെങ്ത്ത് ബുദ്ധിമുട്ടാണ് ശിവൻ ദ്യൂബയ്ക്ക് എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് എടുത്ത് നോക്കിയാൽ അത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഹാർഡ് ലെങ്ത്തിലാണ് അദ്ദേഹം ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ 59 ബോളുകൾ ഗുഡ് ലെങ്ത്ത് ഓർ ഷോർട്ടർ പിച്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഫേസ് ചെയ്യുമ്പോൾ. അതിൽ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ള 60 റൺസ് മാത്രമാണ്. 3 തവണ പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഗേൻസ്റ്റ് ഫുള്ളർ ഡെലിവറീസ് അദ്ദേഹം 66 റൺസ് 35 പന്തുകളിൽ അടിക്കുകയും വിക്കറ്റുകൾ പോവാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. പിന്നെ സൂര്യയുടെ കാര്യത്തിൽ ലോക്കി ഫെർഗൂസിനെതിരെ സൂര്യയുടെ കാര്യം എടുക്കുമ്പോൾ എക്സലൻറ്റ് റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട്. 44 പന്തിൽ നിന്ന് 93 റൺസാണ് വിത്തൗട്ട് ഡിസ്മിസൽ അദ്ദേഹം അടിച്ചിട്ടുള്ളത്. സോ സൂര്യ ദൂബെ പാർട്ട്ണർഷിപ്പ് ന്യൂസിലാൻഡിനെതിരെ മിഡിൽ ഓർഡറിൽ ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ കളിയിൽ അവർ 3 സ്പെഷ്യലിസ്റ്റ് ബൗളർമാരെ മാത്രം വെച്ചിട്ടാണ് ഇറങ്ങിയത്. ജിമ്മി നീഷം അവർക്ക് വേണ്ടി പന്തെറിയുകയും ചെയ്തു. അപ്പോൾ ജിമ്മി നീഷത്തിൻ്റെ കാര്യത്തിൽ 13 ഓവേഴ്സ് അദ്ദേഹം ആകെ എറിഞ്ഞിട്ടുള്ളതിൽ ഇക്കണോമി റേറ്റ് 10.38 3 വിക്കറ്റുകളെ വീഴ്ത്തിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം അവർക്ക് ബൗളിങ്ങിലുണ്ട്. ഒരു പക്ഷേ കെയിൽ ജാമീസിനെയോ ജേക്കബ് ഡെഫിയെയോ ഒക്കെ ഇറക്കാനുള്ളൊരു സാധ്യത അവിടെ കൂടുതലുമാണ്. സോ ജെയ്മീസിൻ്റെ ഹൈറ്റ് വളരെ വാല്യുബിൾ ആയിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ റിലീസിങ് പോയിൻ്റ് വളരെ ഹൈ ആയതുകൊണ്ട് തന്നെ ഈ സർഫേസിൽ അത് ഗുണകരമായിരിക്കും എന്നൊരു ചിന്ത കൂടി അവരുടെ ടീം കോമ്പിനേഷൻ ഉണ്ടാക്കുമ്പോൾ അവരുടെ പരിഗണനയിലേക്ക് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ഏത് രൂപത്തിലായിരിക്കും അവരിറങ്ങുക എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും 3 സ്പെഷ്യലിസ്റ്റ് ബൗളർമാരെ വെച്ച് ഇറങ്ങുക എന്നുള്ളത് അത്ര സുഖകരമല്ല. ഈ സോദിയെ കളിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് പിച്ചിൻ്റെ ഒരു സ്വഭാവമൊക്കെ വെച്ചുകൊണ്ട്. അത് സ്പിന്നർമാർക്ക് അത്ര ഗുണകരമല്ലാത്തതുകൊണ്ട് അവരൊരു പേസ് ഓപ്ഷനിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും ഇത് ഒരു കിടിലൻ പോരാട്ടത്തിനുള്ള വഴിയാണ്. നമ്മൾ ഈ പറയുന്ന മാച്ചപ്പുകളും അതുപോലെ മുൻകാല കണക്കുകളും ഒക്കെ എന്തായാലും എല്ലാവരും പഠിക്കും. എല്ലാവരും കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് തന്നെ ആയിരിക്കും ഇറങ്ങുക. പഴയ പോലെയല്ലല്ലോ, വീഡിയോ ഫുട്ടേജസൊക്കെ കണ്ട് കൃത്യമായിട്ട് പ്ലാനുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കളിക്കളത്തിൽ എക്സിക്യൂട്ട് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. ഒരു എന്ത് തന്ത്രമായിരിക്കും മറ്റേ ടീം പ്രയോഗിക്കുക എന്നുള്ളത് ഇപ്പുറത്ത് ചിന്തിച്ച് അതിൻ്റെ കൗണ്ടർ പ്ലാൻ ഇവിടെയും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും വെച്ചിട്ടുള്ള ഒരു കിടിലൻ പോരാട്ടമായിരിക്കും. ഏറ്റവും കുറച്ച് ആര് വരുത്തുന്നോ, സമ്മർദ്ദത്തെ ആര് നല്ല രൂപത്തിൽ അതിജീവിക്കുന്നുവോ അവർക്കായിരിക്കും ഇന്നത്തെ വിജയം. നമ്മുടെ ടീമിന് അതിന് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.